ലീഗൽ എൻവയൺമെൻറ്റ് ഫോർ കോഓപ്പറേറ്റീവ്സിൽ OMR ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലാണ്. അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആർ അസോസിയേറ്റ് ചെയ്യുന്നത് കാർവി കമ്മിറ്റിയാണ്. മൂന്നാമത്തെ വന്നിട്ട്, കോഓപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യയിൽ ഏത് ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് മൂവ് ചെയ്യുന്നത്? ഫെഡറൽ സ്ട്രക്ചറാണ്. ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി വിച്ച് സജസ്റ്റ് ടു ഡിറ്റർമൈൻ ദ ജെന്യൂനെസ് ഓഫ് മെമ്പർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ്സ് വന്നിട്ട് RN മിർദ കമ്മിറ്റിയിലാണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്യുന്നത് ഫ്രെഡറിക് നിക്കോൾസൺ എന്ന പേഴ്സണിലാണ്. വൺ മാൻ വൺ വോട്ട് എന്നുള്ള പ്രിൻസിപ്പിൾ റെക്കമെൻഡ് ചെയ്യുന്ന കമ്മിറ്റി വന്നിട്ട് മാക്ലഗൻ കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ചെയ്തിരിക്കുന്നത് 1904 ഫസ്റ്റ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ആക്ട് പാസ് ചെയ്തിരിക്കുന്നത് ബോംബെ സ്റ്റേറ്റിലാണ്. മെക്ലഗൻ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഇയർ 1940. റോയൽ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 10% ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് 1912 ആ ഒരു ആക്ട് പറയണത്. പിന്നെ NCDC എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1963 ചെയർമാൻഷിപ്പ് ഓഫ് കമ്മിറ്റി കൺസെപ്ഷൻ ക്രെഡിറ്റ് 1976 അതുപോലെ തന്നെ അത് B. ശിവരാമൻ കമ്മിറ്റിയിലാണ് പറയണത്. പിന്നെ ഇത് കമ്മിറ്റി റെസ്പോൺസിബിൾ ഫോർ ദി ഇവാലുവേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ഫാർമിംഗ് സൊസൈറ്റി വന്നിട്ട് ഗാഡ്ജിൽ കമ്മിറ്റിയാണ്. NDDB പറഞ്ഞ ഫുൾ ഫോം നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ്. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 പ്രകാരം 55/1969 പ്രകാരമാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റിൽ റിലേറ്റ് ചെയ്യുന്ന ലോ KCSA 1969 നെയിം ദ ഫസ്റ്റ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്യുന്നത് ട്രാവൻകൂർ ഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിൻ്റെ അണ്ടറിൽ ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ രജിസ്റ്റർ ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ റിക്വയർ ചെയ്യുന്ന നമ്പർ ഓഫ് പേഴ്സൺ 25 അതുപോലെ തന്നെ ഗവൺമെൻറ് രജിസ്ട്രാറിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യും. അത് 3(1) എന്നുള്ള ഒരു സെക്ഷൻ പ്രകാരമാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി ഏത് റൂളിലാണ്? 50 റൂളിലാണ്. റൂൾ 60 and 20 ഓഫ് ദ സൊസൈറ്റി ആക്ട് പ്രകാരം 2 പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മെമ്പർഷിപ്പിലാണ്. സെക്ഷൻ 18 ഓഫ് ദ ആക്ട് സൊസൈറ്റി ക്യാൻ അഡ്മിറ്റ് ഇൻഡിവിജ്വലായി, അത് ആരാണ്? നോമിനൽ മെമ്പറാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ പേ ഓഡിറ്റ് ഫീസ് ടു ഗവൺമെൻറ് വിത്തിൻ ദ റിസീപ്റ്റ് ഓഫ് ആനുവൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, അത് 1 മന്തിനുള്ളിലാണ് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ സുപ്രീം അതോറിറ്റി ഓഫ് സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നത് ജനറൽ ബോഡി ആയിരിക്കും. ദ ഡിറ്റർമിനേഷൻ ഓഫ് ഡിസ്പ്യൂട്ട് ബൈ ദ ഡിസിഷൻ വൺ ഓർ മോർ പേഴ്സൺസിന് പറയുന്നത് ആർബിട്രേഷൻ എന്നാണ്. ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി കണ്ടക്ട് ചെയ്യുന്ന റൂൾ 35 സെക്ഷൻ 65 എൻക്വയറിയാണ് ഡീൽ ചെയ്യുന്നത്. 69 ആണെന്നുണ്ടെങ്കിൽ ലിക്വിഡേഷൻ ആണ്. അതുപോലെ തന്നെ ഇസ് എ ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ഇൻ ദ കോർട്ട് ഡയറക്റ്റിംഗ് പേഴ്സൺ ടു അപ്പിയർ ബിഫോർ എ കോർട്ട്. കോർട്ടിന് മുന്നായിട്ട് ഒരു കോർട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണെ അവിടെ ഒരു ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്യും. അത് സമൗണ്ട്സ് ആണ്. അതുപോലെ തന്നെ ഒരു is a filing a petition by the aggrieved party before the higher authority. ഹയർ അതോറിറ്റിന് മുൻപ് തന്നെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് അപ്പീലാണ്. ദ ഏരിയ ഓഫ് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. ദിസ് പ്രൊവൈഡ് ദ സൊസൈറ്റി ആർ എക്സെപ്റ്റഡ് ഫ്രം ദ സ്റ്റാമ്പ് ഡ്യൂട്ടി. ഏത് സെക്ഷനാണ്? 40 KSCU എന്ന ബിഗ്ഗസ്റ്റ് ബോഡി ഓഫ് ദ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ സ്റ്റേറ്റ്, അത് നോൺ ഒഫീഷ്യൽ ബോഡിയാണ്. ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹയർ ചാർജ് കളക്ട് ചെയ്തുകൊണ്ടാണ്.